ചേട്ടാ. ഓ ഓമിനെ സാറേ ഒരു 15 മിനിറ്റ് എന്നുള്ള 20 മിനിറ്റ് ആക്കോ. അതെന്തിനാ ചേട്ടാ? നമ്മൾ ആദ്യരാത്രി അല്ലേ, നീ എന്താ എന്നിട്ട് എന്റെ മുഖത്ത് നോക്കാത്തെ? എനിക്ക് നാണവാ ചേട്ടാ. എന്തിനാ പിന്നെ നാണിക്കുന്നേ? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കുമ്പോ എനിക്കങ്ങ് നാണം വരും ചേട്ടാ. ഓ 5 മിനിറ്റ് കഴിയാറായി കേട്ടാ. ആരാ ചേട്ടാ അവിടെ? അതൊരു പോലീസാ. പോലീസാ? ഓ. ഒന്നെണ്ണ ഓടി തള്ളിക്കോ റൈഡ്. നീ ഇങ്ങ് വന്നാണ്. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? അന്യ പുരുഷന്മാരുടെ മുഖത്ത് നോക്കാൻ എനിക്കങ്ങ് നാണവാന്ന്. അങ്ങനെ വേണം കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളരായ. അങ്ങനെ ചേട്ടാ എന്നെ അച്ഛനും അമ്മയും വളർത്തിയേ. കുടുംബ പാരമ്പര്യമാണല്ലേ? ആന്ന് ചേട്ടാ. നമ്മുടെ വീട്ടിൽ എന്തിനാ ചേട്ടാ പോലീസ് വന്നേ? നിനക്കറിഞ്ഞൂടെ, നീ ഒരു ഗുണ്ടയുടെ ഭാര്യയാണ്. അപ്പൊ പോലീസൊക്കെ വരും. ഇങ്ങനെ പേടിക്കരുത്, പേടിക്കും വിഷമിക്കും ഒന്നും ചെയ്യരുത് കേട്ടാ. ഓമനെ ഓമനെ ഓമനെ, നിന്റെ പേര് വിളിക്കുമ്പോ ഒരു വാത്തക്കോഴിയാണെന്ന് വിളിയാക്കുന്നടി. ചേട്ടാ അത് വാത്തക്കോഴി വിളി കേൾക്കണതല്ല. പിന്നെ? ചേട്ടൻ എന്നെ ഓമനെ ഓമനേന്ന് വിളിച്ചപ്പോ ഞാൻ ഓ എന്ന് വിളി കേട്ടതാ. ഓ പാവം തന്നെ മോള്. ഓമനെ, ഓ ചേട്ടൻ എന്നെ ഇങ്ങനെ ഓമനെ ഓമനേന്ന് വിളിക്കല്ലേ ചേട്ടാ. അതെന്താ? അതിനിടയ്ക്കുള്ള മാ എടുത്ത് മാറ്റിയിട്ട് ചേട്ടൻ എന്നെ ഓനേന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. എന്റെ ഓനെ, ഓ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇപ്പൊ ഒരു ചുമന്ന പരവതാനി കിട്ടിയാണ്ടല്ലേ, ഞാൻ നിന്നെ എടുത്ത് അതിനകത്ത് ഇരുത്തിയിട്ട് ഇങ്ങനെ പറന്ന് 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 പറന്ന്. സുഖുവേ, ഓ നിന്റെ പരവതാനിയിൽ ഉള്ളോള സ്ഥലം തരുവോടാ? എന്തിനാ സാറേ? നമുക്ക് രണ്ടുപേർ കൂടെ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങാം, വാടാ. സാറേ, ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ മകളെ സാറൊന്ന് അനുഗ്രഹിക്കണം. അത് നടക്കൂല. അതെന്താ? എന്റെ മോളെ ഞാൻ ഒരു ഗുണ്ടെ കൊണ്ട് കെട്ടിക്കൂല. അയ്യോ സാർ എന്റെ ഈ ചേട്ടനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയാ ഈ ഒറ്റച്ചവര് ഓമനെ ഒരു അനാഥയായി പോവില്ലേ? ഓമന ഒറ്റച്ചവര് ഓമന. ഒറ്റ ചവരില്ല, അര ചുമരി, അത് മതി. നിങ്ങളുടെ സ്ഥലം എവിടെ? നിയമം വഴി പോട്ട് സാറേ. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് ചോദിച്ചാലേ നീ എന്നോട് സ്ഥലം പറയോളാ? അതല്ല സാറേ, തിരുവനന്തപുരം നിയമം വഴി പോകുമ്പോഴാ സാറേ എന്റെ വീട്. എന്നിട്ട് നിനക്ക് നിയമത്തിനൊന്നും പേടിയില്ലേ? ഓ അതല്ല സാറേ, ഈ ചേട്ടൻ ഇങ്ങനെ പരിക്കനും ഗുണ്ടയൊക്കെ ആണെങ്കിലും ഒരു ലോല ഹൃദയനാ സാറേ. സ്നേഹം കൂടുമ്പോ ഈ ചേട്ടൻ എന്നോട് എന്തൊക്കെയാ പറയുന്നറിയാവോ? എടി ഓമനെ സുന്ദരി, നിന്നെ കണ്ട അപ്സരസിനെ പോലിരിക്കുകയാണ്. വെള്ള പേപ്പർ പേനെടുത്ത് പുതിയ പരാതിവനെ കുറിച്ച് എഴുത്. എന്തിനു പരാതി സാറേ? ഒരു പെൺകൊച്ചിന്റെ മുഖത്തോക്കി ഇല്ലാത്ത കഥകൾ അവൻ പറഞ്ഞു തരുന്ന ഞാൻ അവനെ പിടിച്ച് ഫ്രഞ്ചൈസ് അടിക്കൂ. അന്നേരം ഇതൊക്കെ ഇല്ലാത്ത കഥകളാണോ സാറേ? അയ്യോ ഉള്ള കഥകളാണ് സാറേ. മാറിക്കടി അങ്ങോട്ട്. നീ ജീപ്പിൽ കയറാ. സാറേ പാല് കുടിച്ചില്ല സാറേ. ഇതുവരെ കുടിച്ചില്ലേ? ഇല്ല. പാലെടുക്കടി, കൊടുക്കടി, കുടിയടാ. ഭയങ്കര ചൂട് സാറേ. അതെല്ലാരും സ്റ്റേഷനിൽ പറയുന്നത് ഞാൻ അല്പം ചൂടാണെന്ന്. അതല്ല, പാലിന് ഭയങ്കര ചൂട് സാറേ. ഞാൻ ഊതി ഊതി കുടിച്ചോട്ടാ. എങ്കിൽ വാടാ, സ്റ്റേഷനിൽ പോയിട്ട് കുടിക്കാം. എങ്ങോട്ട് വാടാ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. സാറേ, ഈ പാൽ ഗ്ലാസ് ഇവിടെ പൊട്ടിച്ച് എന്റെ ചേട്ടന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളുടെ ആദ്യരാത്രി ഇല്ലാതാക്കാൻ പറ്റുമോ സാറിന്? പറ. അങ്ങനെ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ പറ്റുമോ സാറിന്? പറ. അതെ, അതിവിടെ പറ മാത്രം മതി. മതി, പാല് കുടിച്ചത് എല്ലാം മതി. കയറി ജീപ്പി കയറി, സമയമില്ല. സാർ തട്ടിക്കളഞ്ഞ ഈ പാലിന് പകരം എനിക്കിവിടെ പാല് കിട്ടാൻ ഞാൻ സാറിന്റെ കൂടെ വരത്തില്ല. അത് നടക്കൂല, നടക്കൂല, നടക്കൂല. നടക്കൂലേ സാറേ? ഇവിടെ എങ്ങനെ സാറേ, ഞാൻ വാലെടുക്കണോ സാറ് പാലെടുക്കൂ?
പശു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാടാ, ഞാൻ കറന്നോണ്ട് തരാടാ. ഇതുകൊണ്ട് അവിടെ എന്റെ അപ്പച്ചിയുടെ വീടാണ്. 3 പശു ഉണ്ട്. ചെല്ലിയ ഏത് പശു നോക്കിയെടുത്ത് കറന്നിട്ട് വരിക. മിസ്റ്റർ സുഗോ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനായിട്ടുള്ള ഞാൻ ഇതിലെ ഇറങ്ങി നടക്കുമ്പം നാട്ടുകാർ പറയും, ദോ പോണേ മമ്മൂട്ടി, ദോ പോണ് മമ്മൂട്ടി എന്ന്. അത് ദോപ്പോണ് മമ്മൂട്ടി എന്നല്ല, ദോപ്പോണ് നഖംപട്ടി എന്നാണ്. പാലിറങ്ങണ കല എവിടെ ഇരിക്കുന്നു? ഊണ്ടാ കട്ടിലിന്റെ സൈഡിൽ ഇരിക്കുന്നു. എന്നാ കുരു കെട്ടിയെടുക്കാൻ. ഓമനെ ഇവിടെ സമ്മതിക്കൂല. ഓമനെ നീ വാ, പാല് കറന്നോണ്ട് വരെ എന്തായാലും സമയം എടുക്കും. നീ ഇവിടെ ഇരി. ചേട്ടാ ഓ ചേട്ടാ, എന്താ സമയം വല്ലാണ്ട് അതിക്രമിച്ചു. സമയം വരെ അതിക്രമം കാണിച്ചു തുടങ്ങി. എനിക്കതൊന്നുമല്ല. 15 മിനിറ്റും കൂടെ കഴിയുമ്പോ എന്റെ ചേട്ടനെ ആ പോലീസുകാരെ കൊണ്ടുപോകുന്ന ഓർക്കുമ്പോ എനിക്കങ്ങ് വിഷമം വരുവാ. സഹിക്കണില്ലേ, സഹിക്കണില്ലേ. സൈക്കിൾ ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം. സഹിക്കണില്ലേ നല്ല ചേട്ടാ, എനിക്ക് സഹിക്കണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞതാ. ഓമനെ ഓ, എന്തായാലും പോയല്ലേ പറ്റൂ. നാളെ ആകാശത്തൊരു ചെറിയ നത്തക്കയായി ഞാൻ വരും. നത്തക്കേ? അല്ല, നക്ഷത്രമായി ഞാൻ വരും. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം, അതിന് നമുക്ക് കുട്ടികളായിട്ടില്ലല്ലോ ചേട്ടാ. 15 മിനിറ്റ് സമയം സാർ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നീ നമ്മുടെ കുട്ടികളോട് പറയണം, നിങ്ങളുടെ അച്ഛനാണ് മക്കളെ ആ നിൽക്കുന്ന പഴം. പഴോ പഴോ പാല് കുടിച്ചിട്ട് പോവാ, എന്നോട് വാടാ. സാറേ, ഈ പച്ചപ്പാല് കുടിക്കാൻ ഞാൻ എന്തൊരു കന്നുകുട്ടിയാ. പച്ചപ്പാലൊന്നും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പഴുത്ത പഴം തിന്നി. അവന്റെ ഒരു പണം മാറിയത് മനുഷ്യ ഇങ്ങോട്ട്. കൊറേ നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കിടന്ന് കിളുത്തിട്ട് കളിക്കുന്നു. ചേട്ടറിയാമോ, പോത്തങ്കോട് ചന്തയില് വെട്ടാൻ വന്ന പോത്തിനെ ഒറ്റയ്ക്ക് വേദവും നിർത്തിയവളാണ് ഈ ഒറ്റച്ചവരി ഓമന. അങ്ങനെയുള്ള എന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈ ഓമന എന്തിനാണ് നിന്ന് ആട്ടണത്? ഒന്നേ പറഞ്ഞോള്. ഒന്നേ പറയണുള്ളേ. രണ്ട് ഞാൻ പറഞ്ഞാ മതിയാ സാറേ. അത് വിശ്വാസവഞ്ചന, വിശ്വാസവഞ്ചന. നിന്റെ എല്ലാ പരിപാടിയും മതി, കേറ്. ഈ ആദ്യരാത്രി മൊത്തം കൊളവാക്കിയിട്ടും എന്റെ ഭർത്താവിനെ അപ്പൊ സാർ ഇവിടുന്ന് കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലേ. സുഖേ, ഓ ഇതൊരു സുഖമില്ലാത്ത പരിപാടിയായി പോയടാ. ഓമനെ നീ എന്തൊരു കാണിച്ചത്? ചേട്ടാ, ഈ പോലീസുകാർ നമുക്ക് എത്ര മിനിറ്റാണ് ആദ്യരാത്രി ആഘോഷിക്കാൻ തന്നത്? വെറും 15 മിനിറ്റ്. 5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളു ചേട്ടാ. ഇനിയുണ്ട് 10 മിനിറ്റ് നമുക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ. എടി ഓമനെ. വെറും ഓമന അല്ല സാറേ, ഒറ്റച്ചൊമരി ഓമന. അഞ്ജന, ഓ, 1 വുമൺ ഷോ ആയിരുന്നു ഇത്. സൂപ്പർ. അഞ്ജന ഫയർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട്. അസാധ്യം. അഞ്ജന ഓൾറെഡി നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, ബട്ട് സൂപ്പർലി കൈകാര്യം ചെയ്യും. നമുക്ക് നേരിട്ട് ബാറ്ററി പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചിരി പല ചിരി, ധൃതതും തനതാളത്തിൽ ഞാൻ 20,000 rupees ആണ് നേടിയിരിക്കുന്നത്. അപ്പൊ ശ്വേത ചേച്ചി ആ 20,000 rupees ഒന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 20,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ കുറച്ചും കൂടെ കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരിക. ചിരിക്കാൻ ഞങ്ങൾ റെഡിയാണ്.